Is OET reading live session, and as usual this is Bindu here. ഇന്ന് നമ്മൾ OET റീഡിങ്ങിൻ്റെ ഒരു സാമ്പിൾ ടെസ്റ്റ് നോക്കുന്നത്. മെറ്റീരിയൽ എങ്ങനെ നമുക്കൊരു ടെക്സ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്തൊക്കെ മാറ്റേഴ്സാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അതായിരിക്കും ഇന്നത്തെ ടോപ്പിക്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിങ് ലൈവ് സെഷൻ. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വെറുതെ 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളതല്ല. ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ഓരോ ഐഡിയാസാണ് പഠിക്കുന്നത്, ഓരോ ഓപ്ഷനിലും ഓരോ ഐഡിയാസാണ് പഠിക്കുന്നത് അല്ലേ. നമ്മളപ്പം അവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഒരു ടെക്സ്റ്റ് കിട്ടുമ്പോൾ ടെക്സ്റ്റാണോ ആദ്യം വായിച്ചു നോക്കേണ്ടത്, ക്വസ്റ്റ്യൻ ആണോ, ഏത് വായിച്ചാൽ എളുപ്പം ആൻസറിലേക്ക് എത്താം, ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി ആയിരിക്കത്തില്ല ഒരുപോലെ വർക്കൗട്ട് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും. ചിലർക്ക് ആദ്യം ടെക്സ്റ്റ് വായിച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ്. കാരണം ക്വസ്റ്റ്യൻ എന്താ ഡിമാൻഡ് ചെയ്യുന്നതെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ അങ്ങനെ അത് വെച്ച് ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ അതൊക്കെ ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ OET റീഡിങ്ങിൻ്റെ പാർട്ട് സി, അതിപ്പം ഈ പാർട്ട് സി എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട് സിയിൽ മാത്രമല്ല ഈ സ്ട്രാറ്റജീസ് ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഓവറോൾ ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ ഒരു റീഡിങ് സ്കില്ലും ആ ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് ഒക്കെ. യെസ് ലിജോ, ഗുഡ് ഈവനിങ്. സ്വാതി ഗുഡ് ഈവനിങ്. ബിന്ദു തോമസ് ഗുഡ് ഈവനിങ്. ശ്രീജ മോഹനൻ ഗുഡ് ഈവനിങ്. ജോമോൾ മാത്യു ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. കാരണം ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം, ക്വസ്റ്റ്യൻ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അല്ലേ, അതാണ് നമ്മളെ ആൻസറിലേക്ക് വേഗം എത്തിക്കാൻ പോകുന്നത്. ആ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ചാലഞ്ചിങ് ആണ്. ചിലപ്പോൾ 4 ഓപ്ഷൻസ് സിമിലറായിട്ട് തോന്നും, നമുക്ക് സിമിലർ മീനിങ്ങിലേക്ക് പോകുന്നതായിട്ടൊക്കെ തോന്നും. എന്നാൽ അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടാവാം അല്ലേ. ചിലത് വേർഡ് ഡിഫറൻസ് ആവാം, മീനിങ് ഡിഫറൻസ് ആവാം, ഐഡിയ ഡിഫറെൻ്റ് ആവാം, കോൺട്രഡിക്റ്ററി വരാം. ഇനി എല്ലാം ശരിയായാൽ നോട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മളുടെ ഏത് ഇഷ്യൂവും സോൾവ് ചെയ്യാൻ പറ്റും. ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് മെത്തേഡുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയായി ഒരു കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യനിൽ ഉണ്ടാകാൻ പോകുന്ന ട്വിസ്റ്റ് എന്തൊക്കെയാണ്, ആൻസറിലെ ട്വിസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. യെസ്, കുറച്ചുകൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. യെസ്, റോണ, റൂബി, അമൃത, ബിജി, റോണ. യെസ് റോണ, ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ, ശരി. ഇന്ന് ഞാൻ കോമൺ ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യനാണ് OET റീഡിങ്ങിൽ. കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യനകത്തുള്ളതാണ് റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ്, ടോൺ, ഒപ്പീനിയൻ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ, അല്ലെങ്കിൽ റൈറ്ററുടെ ഒപ്പീനിയൻ എന്താ, അല്ലെങ്കിൽ എന്ത് ടോണാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. യെസ്, മേരി, ജിയോ, എല്ലാവർക്കും വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിങ് ലൈവ് സെഷൻ. ആൻഡ് ആസ് യൂഷ്വൽ ദിസ് ഈസ് ബിന്ദു വിത്ത് യു ടുഡേ. ഓക്കെ അല്ലേ, നിങ്ങൾ റീഡിങ് പ്രാക്ടീസ് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം കേട്ടോ. നമ്മുടെ ഇൻട്രസ്റ്റാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ വായിക്കുന്നതിന് മുന്നേ എപ്പോഴും വേണ്ടത് അതിനോടുള്ളൊരു താല്പര്യമാണ്. അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതിലേക്കുള്ള ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഇതിനൊരു ക്വിസ് പോലെ, ഒരു പസിൽ പോലെ, ഒരു ഗെയിം പോലെയൊക്കെയാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ വലിയൊരു ബേർഡനായിട്ട്, ഒരു ടഫ് മെറ്റീരിയലായിട്ട് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഒരു പസിൽ, ഒരു എന്താ പറയുന്നത്, ക്വിസ്, അങ്ങനത്തെ കാര്യങ്ങളായിട്ട്. ഓക്കെ, ഫൈൻ. യെസ്, ജിഷ, വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിങ് ലൈവ് സെഷൻ. ആൻഡ് ആസ് യൂഷ്വൽ ദിസ് ഈസ് ബിന്ദു വിത്ത് യു ടുഡേ. ഓക്കെ, അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഇതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നുണ്ടോ, വാട്ട് ടോൺ ഡസ് ദ റൈറ്റർ കൺവേ ഇൻ ദ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ റൈറ്റർ ഏത് ടോണിലൂടെയാണ് കൺവേ ചെയ്തിരിക്കുന്നത്, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടോൺ എന്താണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റേഴ്സ് ടോൺ. എല്ലാവരും വായിച്ചേ. റൈറ്ററുടെ ടോണാണ് അല്ലേ, ഇത്രേ ഉള്ളൂ. റൈറ്ററുടെ ടോൺ മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു, ടോൺ റെഫേഴ്സ് ടു എന്താണ് റെഫർ ചെയ്യുന്നത്, ദ ആറ്റിറ്റ്യൂഡ് ഓർ ഫീലിംഗ്
കൺവേഡ് ത്രൂ ദ റൈറ്റിംഗ്. ഈ റൈറ്റിങ്ങിലൂടെ അല്ലേ, ഈ ടെക്സ്റ്റിലൂടെ, ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലാംഗ്വേജിലൂടെ, സെൻറ്റൻസിലൂടെ റൈറ്റർ കൺവേ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഓർ ഫീലിംഗ്, അത് എങ്ങനെയാവാം? ഇൻഫോർമൽ ആവാം, ഫോർമൽ ആവാം. യെസ് അനു, സന്തോഷ്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചാൽ. ഇൻ റീസെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ എഫിക്കസി ഓഫ് എ പൊട്ടൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ അൾഷൈമേഴ്സ് ഡിസീസ്, റിസർച്ചേഴ്സ് എൻറോൾഡ് എ കോഹോർട്ട് ഓഫ് 50 എൽഡർലി പാർട്ടിസിപ്പൻസ്. ആ സ്റ്റഡിയിൽ ഒരു 50 ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ദ സ്റ്റഡി സ്പാനിങ് ഓവർ 2 years സബ്ജക്റ്റഡ് പാർട്ടിസിപ്പൻസ് ടു റിഗറസ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്സ്. യെസ് ലേഹ, ഗുഡ് ഈവനിങ്. നിഷ, ഗുഡ് ഈവനിങ്. അനു, സന്തോഷ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ഇനി ആൻസറിലേക്ക് പോവാം നമുക്ക്. യെസ് സുജ, സിജു, ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ടൈം ആയിരുന്നു ഞാൻ തന്നത്. യെസ്, അവിടെ ആൻസർ പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു എ ആണ്, ഫ്രസ്ട്രേഷനാണ്. ഓക്കെ, ബിജി പറഞ്ഞു അല്ല, ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഒപ്റ്റിമിസാണ് ഇവിടുത്തെ ടോൺ അല്ലേ. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? എന്നിട്ട് ആൻസർ അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇത്രയേ ഉള്ളൂ, സംഭവം വായിച്ചു നോക്കുക. റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ഓർ ടോൺ. ടോണാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യെസ്, ബിജി അജോ ബി, നിഷ്ന ബി, സുജ ബിജു ബി, ജിഷ ബി. അപ്പോൾ എല്ലാവർക്കും ഒപ്റ്റിമിസം എന്ന് പറഞ്ഞ ടോണിലേക്കാണ് പോകുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മീനിങ് കിട്ടിയിട്ടുണ്ടോ? 4ൻ്റെയും. എന്താണ് ഫ്രസ്ട്രേഷൻ, എന്താണ് ഒപ്റ്റിമിസം, എന്താണ് ന്യൂട്രാലിറ്റി ആൻഡ് വാട്ട് ഈസ് എക്സൈറ്റ്മെൻറ്റ് അല്ല. ഈ 4 ടേമും എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ ശ്രീലക്ഷ്മി വീണ്ടും പറഞ്ഞു ഫ്രസ്ട്രേഷനാണ്. മെറിൻ ജോസിനും ബി ആണ്, ലേഹയ്ക്കും ലേഹാമേരിക്കും എ ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ എന്താണ്, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേർഡ് നോക്കണം. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡിസപ്പോയിൻമെൻ്റ് ആണല്ലേ. നമുക്ക് അവിടെ മോശമായിട്ടുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. ഒപ്റ്റിമിസം പോസിറ്റീവാണ് അല്ലേ, റേ ഓഫ് ഹോപ്പാണ്, കോൺഫിഡൻസ് ആണ്, ഹോപ്പ്ഫുള്ളാണ്. ന്യൂട്രാലിറ്റി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവിടെ ഇംപാർഷ്യലാണ്, അവിടെ ബയസ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സൈഡിനോടും അവിടെ അങ്ങനെ ഫേവറബിളോ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അൺഫേവറബിളോ അങ്ങനെ ഒരു പാർഷ്യാലിറ്റി അവിടെ കൊണ്ടുവന്നിരിക്കുന്നില്ല.
ഇമ്പാർഷ്യലാണ്, അൺബയസ്ഡ് ആണ്, അതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. നോട്ട് ടേക്കിംഗ് സൈഡ്സ്, എയ്തർ സൈഡ്സ്, രണ്ട് സൈഡും എടുക്കുന്നില്ല അല്ലേ. ഇപ്പോൾ ഒരു ഡിബേറ്റോ കോൺഫ്ലിക്റ്റോ ഒക്കെ നടക്കുമ്പോൾ രണ്ട് സൈഡിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ റൈറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും ഇവിടെ മീനിങ് വരുന്നത്? മീനിങ് അറിയാൻ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പം പ്രസൻറ്റിങ് ഇൻഫർമേഷൻ ഇൻ ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് അൺബയസ്ഡ് മാനർ. കണ്ടോ, ഇൻഫർമേഷന് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള അൺബയസ്ഡ്, ബയസ് ഒന്നുമില്ലാത്ത, പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്തൊരു മാനറിലേക്ക് എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് ന്യൂട്രൽ വേയിൽ എക്സ്പ്രഷൻ ചെയ്തു എന്ന് പറയാം അല്ലേ. അവിടെ ഇമോഷണൽ ലാംഗ്വേജ് ഉണ്ടാവത്തില്ല. ന്യൂട്രൽ ടോൺ അവോയ്ഡ്സ് ഇമോഷണൽ ലാംഗ്വേജ് അവിടെ വരില്ല. ആൻഡ് ഫോക്കസസ് ഓൺ, അവിടെ ന്യൂട്രൽ വേയിൽ ഫോക്കസ് ചെയ്യുന്നത് ഫാക്ച്വൽ ഇൻഫർമേഷനാണ്, ഫാക്റ്റുകളെയാണ്. ഇൻ എ ക്ലിയർ ആൻഡ് ബാലൻസ്ഡ് വേ, ഒരു ക്ലിയർ ആയിട്ട് ബാലൻസ്ഡ് വേയിൽ ഫാക്ച്വൽ ഇൻഫർമേഷനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഇമോഷന് ഇമ്പോർട്ടൻസ് ഇല്ല. അതാണ് ന്യൂട്രാലിറ്റി. എക്സൈറ്റ്മെൻറ്റ് നമുക്കറിയാം അല്ലേ, എക്സൈറ്റഡ് ആണ്, നമ്മൾ ഓവർ എൻത്യൂസിയാസ്റ്റിക് ആണ്, ഹാപ്പിനെസ് ആണ് അവിടെ, ഓവർ ജോയ്ഡ് ആണ്, അതാണ് എക്സൈറ്റഡ്. സോ ഇവിടെ നമുക്ക് ശരിക്കുള്ള ആൻസർ നിങ്ങൾ പറഞ്ഞ ആൻസറേ അല്ല. ഇവിടുത്തെ ആൻസർ എനിക്ക് തോന്നുന്നില്ല ആരും ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു എന്നുള്ളത്. അമല ജോസഫ്, യെസ് അമല, ഹാപ്പി ടു സീ യു ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ടിജൂസ് അക്കാഡമി. യെസ് ജ്യോതി ലക്ഷ്മി, ഇതിനകത്ത് യെസ് അശ്വതി അനു, ഗുഡ് ഈവനിങ്. ഇതിനകത്ത് സി ആണ് റൈറ്റ് ആൻസർ, ന്യൂട്രാലിറ്റി. എന്താണെന്നറിയാമോ എന്തുകൊണ്ട്? ഇവിടെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ന്യായമുണ്ടായിരുന്നു. ഫ്രസ്ട്രേറ്റഡും ഏകദേശം ഒരു ശരിയാണ്, പക്ഷേ നോട്ട് ആക്യുറേറ്റ്ലി. അവിടെ ന്യൂട്രാലിറ്റിയാണ് റൈറ്റ് വേർഡ്. ഞാൻ പറഞ്ഞു ന്യൂട്രാലിറ്റി എന്ന് വെച്ചാൽ എന്തർത്ഥം? എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇമ്പാർഷ്യലാണ്, അൺബയസ്ഡ് ആണ് അല്ലേ, ഒരു സൈഡും എടുക്കുന്നില്ല. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമോഷണൽ ലാംഗ്വേജിനല്ല. അവിടെ ന്യൂട്രൽ ടോണിൽ ഇമോഷണൽ ലാംഗ്വേജ് ഉണ്ടാവില്ല. ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊടുത്താൽ അവിടെയുള്ള ഫാക്ച്വൽ ഇൻഫർമേഷനാണ് അവിടെ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു റിസർച്ചേഴ്സ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലേ. കോഹോട്ട് എ ഗ്രൂപ്പ് ഓഫ് 50 എൽഡർലി പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഫസ്റ്റ് സെൻറ്റൻസിൽ. സെക്കൻഡ് സെൻറ്റൻസിൽ സ്റ്റഡി ലാസ്റ്റഡ് ഫോർ സ്പാൻഡ് ഓവർ 2 years അല്ലേ, 2 വർഷം എടുത്തു. പാർട്ടിസിപ്പൻസ് അണ്ടർവെൻറ്റ് ത്രൂ കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്സ് റെഗുലർലി ഡ്യൂറിങ് ദിസ് പീരീഡ്. അവിടെ കോഗ്നിറ്റീവ് അസസ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ഇനീഷ്യലി അവിടെ എന്തുണ്ടായിരുന്നു? ദർ വാസ് ഹോപ്പ് ഓർ പോസിറ്റിവിറ്റി അബൌട്ട് ദ പൊട്ടൻഷ്യൽ എഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് അല്ലേ. ബിഗിനിങ്ങിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ആ മരുന്നിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എഫക്റ്റീവ്നെസ്സിൽ. അടുത്ത സെൻറ്റൻസിൽ ഹൗ എവർ എന്നിരുന്നാൽ കണ്ടോ, ദ ഔട്ട്കംസ് ഷോഡ് ഓൺലി സ്ലൈറ്റ് ഓർ ഇൻസിഗ്നിഫിക്കൻറ്റ് എൻഹാൻസ്മെൻറ്റ് ഇൻ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. കോഗ്നിറ്റീവ് എബിലിറ്റീസിൽ വളരെ സ്ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു എൻഹാൻസ്മെൻറ്റേ കാണിച്ചിരുന്നുള്ളൂ അല്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള. പിന്നെ ഫോർത്ത് സെൻറ്റൻസ് നോക്കിയത് ലാക്ക് ലസ്റ്റർ ഔട്ട്കം. എന്ത് ലാക്ക് ലസ്റ്റർ? അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഹൈലൈറ്റ്സ് ദ ഓൺഗോയിങ് ഡിഫിക്കൽട്ടീസ്. ആ റിസൾട്ട് ഡിസപ്പോയിൻറ്റിംഗ് റിസൾട്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഓൺഗോയിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ഡിസ്കവറിങ് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് എഫക്റ്റീവ്ലി അഡ്രസ് അൾഷൈമേഴ്സ്. അടുത്ത സെൻറ്റൻസിൽ പറയുന്നു ദ സ്ലോ പ്രോഗ്രസ് അല്ലേ. അവിടെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു അഡ്വാൻസ്മെൻ്റ് ആണ്. സ്ലഗ്ഗിഷ് അഡ്വാൻസ്മെൻറ്റ് ഇൻ അൾഷൈമേഴ്സ് റിസർച്ച് കണ്ടിന്യൂസ് ടു മെയിൻറ്റെയിൻ എ ഫീലിംഗ് ഓഫ് അർജൻസി എമംഗ് റിസർച്ചേഴ്സ്. അപ്പോൾ ഇതെന്താ കാണിക്കുന്ന ലാസ്റ്റ് സെൻറ്റൻസ്? ദിസ് എംഫസൈസസ് ദ ക്രൂഷ്യൽ നെസസിറ്റി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ടു ടാക്കിൾ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വേർഡ് അല്ല വന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ബിഗിനിങ്ങിൽ അവിടെ ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു, പോസിറ്റീവ് ഔട്ട്കം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ അതെന്തായി? ഹവർ അതെന്താ പറഞ്ഞിരിക്കുന്നത്? ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നീട് അത് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒപ്റ്റിമിസം പറയാൻ പറ്റില്ല, ഫ്രസ്ട്രേഷനും പറയാൻ പറ്റത്തില്ല, എക്സൈറ്റ്മെൻറ്റും പറയാം. ന്യൂട്രാലിറ്റി പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഇവിടെ എന്തുകൊണ്ട് റൈറ്റർ ഇവിടെ ന്യൂട്രാലിറ്റിയാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞത്? റൈറ്റർ ഇവിടെ ഇമോഷണൽ വേർഡ്സുകൾ ഉപയോഗിച്ചിട്ടില്ല അല്ലേ. എക്സൈറ്റഡ് എന്നോ പ്രെറ്റി എക്സൈറ്റിംഗ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രസ്ട്രേഷനെ കാണിക്കാനുള്ള അങ്ങനത്തെ നെഗറ്റീവ് അൺഫോർച്ചുനേറ്റ്ലിയോ അങ്ങനത്തെ വേർഡുകളൊന്നും, ഇമോഷണലായിട്ടുള്ള വേർഡുകളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. പകരം അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റഡിയുടെ
ഫാക്റ്റുകളെ പറ്റിയാണ്, സ്റ്റഡി പ്രൊവൈഡ് ചെയ്ത ഫാക്റ്റുകളെ പറ്റിയാണ് അല്ലേ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫാക്റ്റിനാണ്, ഫാക്ച്വൽ ഇൻഫർമേഷനാണ് അല്ലേ. അവിടെ ഇമോഷണൽ ലാംഗ്വേജ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ലാംഗ്വേജ് വന്നാലേ നമുക്ക് ഫ്രസ്ട്രേഷനും ഒപ്റ്റിമിസം എക്സൈറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ന്യൂട്രലാണ്, സ്റ്റഡിയുടെ ഫാക്റ്റിലൂടെയാണ് ഇവിടെ റൈറ്റർ ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നത്. അതാണ് ന്യൂട്രാലിറ്റി. അപ്പോൾ ആ ടേം അറിഞ്ഞാൽ മതി. ഫ്രസ്ട്രേഷന് അവിടെ ഇമോഷണൽ വേർഡ്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇമോഷണൽ വേർഡ്സ് ഒന്നും തന്നെ തന്നിട്ടില്ല. പിടികിട്ടിയോ? സോ നമ്മളുടെ ആൻസർ അവിടെ സി ആണ്, ന്യൂട്രാലിറ്റി. ഹോപ്പ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആണോ? മനസ്സിലായോ? ഇവിടെ ഫ്രസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇമോഷണൽ വേർഡ്സ് തരാത്തത് കൊണ്ട് ഇവിടെ ഫാക്റ്റാണ് തന്നിരിക്കുന്നത്. സ്റ്റഡിയും അതിൻ്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഫാക്റ്റിൻ്റെ ബേസിലാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ടോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയോ? ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങൾക്ക് ഇനിയും? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് നോക്കാം. ലാസ്റ്റ് ഫ്രൈഡേ at the Society for Immunotherapy of Cancer annual meeting in Oxon Hill, Maryland, representatives from Juno spoke about what happened. Several study participants experienced severe neurologic toxicity akin to what has happened in other trials of CAR-T cells, but 5 young adults succumbed to the cerebral edema. Autopsies of 2 of these participants revealed a complete breakdown of the brain-blood barrier, a membranous wall that largely separates the content of blood from the central nervous system to protect the brain. The engineered T cells and other immune cells, however, were absent from the brain tissue of these patients. The brain-blood barrier disruption appears to be a unique mechanism within the setting, said Mark Gilbert, Juno's chief medical officer, who presented the company's report. സെയിം പാരഗ്രാഫ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ല. അതിനകത്ത് നമ്മൾ ചോദിച്ചത് യുണീക്ക് മെക്കാനിസത്തിൻ്റെ ഫ്രേസിനെ കുറിച്ചായിരുന്നു അന്ന് ക്വസ്റ്റ്യൻ ചെയ്തത്. ഇന്ന് ചോദിച്ചിരിക്കുന്നത് റൈറ്റർ അവിടെ എക്കിൻ എന്നുള്ളൊരു വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് പർട്ടിക്കുലർ വേർഡ് ഹൈലൈറ്റ് ദാറ്റ് ന്യൂറോളജിക്കൽ ടോക്സിസിറ്റി എക്സ്പീരിയൻസ്ഡ് ബൈ സ്റ്റഡി പാർട്ടിസിപ്പൻസ് വാട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ ആൻസർ ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആരാ പറഞ്ഞിരിക്കുന്നത് അവിടെ? ഡ്യൂ ഡ്രോപ്സ്. ഓക്കെ, ബി അല്ലേ? ഒരാൾ പറഞ്ഞു ബി. നമുക്ക് നോക്കാം ശരിക്കുള്ള ആൻസർ ബി ആണോ, സി ആണോ, ഡി ആണോ? അവിടെ സി പറഞ്ഞു, മെറിൻ പറഞ്ഞു ബി, ഭാനുകുമാർ ഡി, ജോമോൾ മാത്യു സി. യെസ്, കുറേ പേരവിടെ സി പറയുന്നുണ്ട് അല്ലേ? സുജാ, സിജു, അശ്വതി, മെറിൻ, അശ്വതി പറയുന്നത് ബി ആണെന്ന്. ഓക്കെ, നമ്മളപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും വേണ്ടത് എക്കിൻ. എക്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡിൻ്റെ മീനിങ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. വേർഡ് മീനിങ് അറിയാതെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ എക്കിൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ആൻസർ ഈ സി, ബി അല്ല, സി ആണ് ആൻസർ. സിയിൽ പറഞ്ഞിരിക്കുന്നു ഈ സിമിലർ ടു ദാറ്റ് സീൻ ഇൻ അതർ CAR-T സെൽ ട്രയൽസ് അല്ലെങ്കിൽ അതർ കാർഡ് സെൽ
ട്രയൽസ്. സിമിലർ ടു, അവിടെ ആ വേർഡിനാണ് ഇമ്പോർട്ടൻസ്. എക്കിൻ അല്ലേ? അവിടെ എക്കിൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? റിസംബ്ലൻസ് ആണ് അവിടെ. സിമിലാരിറ്റി ഓർ റിസംബ്ലൻസ്. യെസ് അക്ഷയ, ഗുഡ് ഈവനിങ്. ലേറ്റായി കുഴപ്പമില്ല, നമുക്ക് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനായി, പിന്നെ നമുക്ക് റെക്കോർഡഡ് സെഷൻ കാണാൻ പറ്റും. ദ വേർഡ് എക്കിൻ സജസ്റ്റ്. യെസ് അനീത, ഗുഡ് ഈവനിങ്. ദ വേർഡ് എക്കിൻ സജസ്റ്റ് എന്തായിരിക്കും? എക്കിൻ എന്തിനെ സജസ്റ്റ് ചെയ്യുന്നത്? എക്കിൻ സജസ്റ്റ് സിമിലാരിറ്റി ഓർ റിസംബ്ലൻസ്. ദെർഫോർ ഇവിടെ എക്കിൻ എന്ന് യൂസ് ചെയ്തിട്ടില്ലേ? എക്കിൻ ഇൻ ദ സെൻറ്റൻസ് ഇംപ്ലൈസ്, അവിടെ ഇൻഡയറക്ട്ലി പറയാണ് ദ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ദ ന്യൂറോളജിക് ടോക്സിസിറ്റി എക്സ്പീരിയൻസ്ഡ് ബൈ സ്റ്റഡി പാർട്ടിസിപ്പൻസ് അല്ലേ? സ്റ്റഡി പാർട്ടിസിപ്പൻസ് എക്സ്പീരിയൻസ് ചെയ്ത ന്യൂറോളജിക്കൽ ടോക്സിസിറ്റി ഈസ് സിമിലർ. എന്തുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നു, റിസംബിൾ ചെയ്യുന്നു? ദാറ്റ് സീ ഓൺ, അതായത് ദാറ്റ് സീൻ ഓൺ അതർ CART സെൽ ട്രയൽസ്. അപ്പോൾ ആ ഒരു ന്യൂറോളജിക് ടോക്സിസിറ്റി എക്കിൻ ടു വാട്ട്, സിമിലർ ടു വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ അതർ CART സെൽ ട്രയൽസ്. കണ്ടോ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനകത്ത് നമുക്ക് മനസ്സിലായി ബിയും എയും ഇൻകറക്റ്റാണ്. എ ആൻഡ് ബി. എന്താ കാര്യം? ദേ സജസ്റ്റ് ദാറ്റ് ന്യൂറോളജിക്കൽ ടോക്സിസിറ്റി ഈസ് എയ്തർ യുണീക്ക് ആണെന്ന് പറയുന്നുണ്ട് എയിൽ അല്ലേ? യുണീക്ക്. സിമിലർ ആണെന്ന് ഇവിടെ എക്കിൻ എന്നുള്ള വേർഡാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എയിൽ പറയുന്നു യുണീക്കാണ്, ബിയിൽ പറയുന്നു അൺറിലേറ്റഡ് ടു, ഒരു ബന്ധവും ഇല്ല. അപ്പം യുണീക്കുമല്ല അൺറിലേറ്റഡുമല്ല അല്ലേ? എക്കിൻ മീൻസ് സിമിലർ ആണ്, സിമിലാരിറ്റി ഉണ്ടെന്നാണ് അവിടെ. ഇനി ഡി കണ്ടോ? ഡി ഈസ് ഓൾസോ ഇൻകറക്റ്റ്. ഡിയിൽ പറയുന്നു ലെസ് സിവിയർ ദാൻ ദാറ്റ് സീൻ ഇൻ അതർ CART. ലെസ് സിവിയർ, അവിടെ എക്കിൻ എന്നുള്ള വേർഡിന് ലെസ് സിവിയർ എന്നോ യുണീക്ക് എന്നോ അൺറിലേറ്റഡ് എന്നോ അല്ല മീനിങ്. ദ വേർഡ് എക്കിൻ മീൻസ് സിമിലാരിറ്റി ഓർ റിസംബ്ലൻസ്. മനസ്സിലായോ? സോ ആ വേർഡ് മീനിങ് വെച്ച് തന്നെ നമ്മൾ ആൻസറിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ? അത് അവിടെ ഒന്നുമില്ല, അവിടെ വേർഡിൻ്റെ മീനിങ് മാത്രം മതി നമുക്ക്. അതാ പറയുന്ന വൊക്കാബുലറി ചില സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വേർഡ് മീനിങ് അറിയാം, സിമിലറാണ്, റിസംബിൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നമുക്കവിടെ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തേതിൽ യുണീക്ക്, രണ്ടാമത്തേത് റിലേഷൻ ഇല്ല, മൂന്നാമത്തേത് ലെസ് സിവിയർ. ഹായ്. അപ്പം ഇതാണ് നമ്മളുടെ ആൻസർ എടുക്കുന്ന രീതി. പിടി കിട്ടിയോ? സോ അവർ ആൻസർ ഈസ് സി. സംശയമുണ്ടോ അതിനകത്ത്? ഈ ആൻസർ സി ആണെന്നുള്ളതിനകത്ത് ഇനി എന്തെങ്കിലും ക്ലാരിറ്റി വേണോ? ഏതെങ്കിലും സെൻറ്റൻസ്, ഏതെങ്കിലും ഓപ്ഷൻസ് അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞു തരാനുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? യെസ് ഡിയോൺ. ഓക്കെ, അപ്പം ഇവിടെ എക്കിൻ മറക്കണ്ട, സിമിലർ, ഇറ്റ് ഷോസ് സിമിലാരിറ്റി ഓർ റിസംബ്ലൻസ്, അതാണ് എക്കിൻ. ഓക്കെ ആണോ? ഈ ക്വസ്റ്റിനകത്ത് ഇനി ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോക്കണം. ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ ആൻസർ അല്ലേ? ഇവിടെ എക്കിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ എക്കിൻ എന്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ വേർഡ് എക്കിൻ മീൻസുമായിട്ട് നമ്മൾ ബന്ധമുണ്ടാകും. എക്കിൻ എന്താണോ മീൻ ചെയ്യുന്നത് ആ വേർഡിൻ്റെ മീനിങ്ങുമായിട്ട് ബന്ധം. യെസ് സുജ, സിജു, ക്ലിയർ ആയി? ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ പ്രാക്ടീസ് ചെയ്യാം. വായിക്കാമോ?
ഓക്കെ, നോക്കിക്കേ, ഇത് എക്സാമ്പിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പാസേജ് കണ്ടോ. നമ്മുടെ പാസേജിൻ്റെ എൻഡിൽ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. അതെന്തിനെ സൂചിപ്പിക്കുന്നു, അതെന്ത് ചെയ്യുന്നു എന്നാണ്. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താ ഒരാളുടെ സംശയം അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്. ടിജൂസ് പോർട്ടലിൻ്റെ എബവ് 60 റീഡിംഗ് മെറ്റീരിയൽസ് വെരി ഡിഫിക്കൽട്ടാണ്. ഐ ഗെറ്റ് 27, 28. ഓക്കെ, നോക്ക്, റീഡിങ്ങിൽ 27, 28 എന്ന് പറയുന്നത് ചെറിയ സ്കോറല്ല. ആൻഡ് ഓൾസോ നോക്ക്, നമുക്ക് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസ് നമുക്ക് വേണം. ടഫ് മെറ്റീരിയൽസ് വേണം നമുക്ക്. നമ്മുടെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലിലുള്ളതാണ്. അതിനകത്ത് വളരെ ഈസി ആയിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഹൈ ഓർഡർ തിങ്കിങ് ആവശ്യമായിട്ടുള്ള ഭയങ്കര അങ്ങനത്തെ ടഫായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടഫ് മെറ്റീരിയൽസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ എക്സാമിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസോടു കൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എബവ് 60 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 60 വരെ നമ്മൾ ചെയ്തു. അപ്പം ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ടി ലെവൽ ഒന്ന് ചേഞ്ച് ആവേണ്ടി വരും കേട്ടോ. അതൊന്നൊരു ഇഷ്യൂ അല്ല. 27, 28 സ്കോർ കുറവല്ല. അപ്പം വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഈ ഇതുപോലത്തെ ടഫ് മെറ്റീരിയൽസിൽ ഇത്രയും നല്ല സ്കോർ വാങ്ങിക്കാൻ നോക്കണം. ടഫ് മെറ്റീരിയൽസിൽ 30 അബവ് വാങ്ങിക്കാൻ നോക്കിക്കോ. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ അത് സഹായിക്കത്തേ ഉള്ളൂ കേട്ടോ. ഡിയോൺ, അത് പേര് പറയാമോ, അത് ഏതാ സ്റ്റുഡൻ്റ് എന്ന്? ഓക്കെ, കണ്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. എപ്പോഴും നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസിന് ഫേസ് ചെയ്യുക. അപ്പം നമുക്ക് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ പറ്റും. യെസ്, ജയ പി ജെയിംസ്, ഗുഡ് ഈവനിങ്. ഭാനുകുമാർ, അശ്വതി, ദീപ എല്ലാവരും സി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ആൻസർ. അതായത് എക്സാമ്പിൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ്ട്രീംലി ലോ CD8 cell dose and edema development. യെസ്, അഞ്ജു വർഗീസ്, ഗുഡ് ഈവനിങ്. ഷാനി വി എസ് ആൻസർ പറഞ്ഞു എ ആണെന്ന്. ഡിയോൺ പറയുന്നു എസ്പെഷ്യലി എ പാർട്ട്. എ പാർട്ട് കഴിഞ്ഞ എക്സാമിനെല്ലാം പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വെച്ചോ. നമ്മൾ ഓൾറെഡി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് എക്സാമിന് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് എക്സാമിന് ചെല്ലുമ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും അവിടെ വരും. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതി കഴിയാൻ പറ്റും. ഓക്കെ, ആൻസർ ലിൻസി പറയുന്നു എ, സുജി ജോബിൻ പറയുന്നു എ. അപ്പോൾ അവിടെ സിയും എയും ഒക്കെയാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. സുജാ സിജു ഓൾസോ സേസ് എ എന്നാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ, നമുക്കപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ നിങ്ങൾ അപ്പോൾ ശരിക്കുള്ള ആൻസർ ഇതിനകത്ത് സി ആണോ? അല്ല,
ഇതിൻ്റെ ആൻസർ ബി ആണ്. ഇതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ബട്ട് ദ ആൻസർ ഈസ് ബി അല്ലേ. ബി പറയുന്നു അണ്ടർസ്കോർസ് അല്ലേ, സിഗ്നിഫൈസ് എന്നുള്ള മീനിങ് തന്നെയാണ് അവിടെയും. ഇല്ലസ്ട്രേറ്റ്, എംഫസൈസ്, സിഗ്നിഫൈസ് എല്ലാം സെയിം തന്നെയാണ്. എന്ത്, ദ ഇമ്പാക്റ്റ് ഓഫ് ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റി. അവിടെ സെൽ വേരിയബിലിറ്റിയുടെ ഇമ്പാക്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെൽ വേരിയബിലിറ്റി, ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റി ഓൺ എവിടെയാ, ഒബ്സർവ്ഡ് എഫക്റ്റ്. ഒബ്സർവ്ഡ് എഫക്റ്റ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എഡിമ ഡെവലപ്മെൻറ്റിനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറ്റ് ഇല്ലസ്ട്രേറ്റ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ്ട്രീംലി ലോ. എവിടെ എക്സ്ട്രീംലി ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ എക്സ്ട്രീംലി ലോ എന്നുള്ളൊരു യൂസേജ് ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈച്ച് പേഷ്യൻറ്റ് ബാച്ച്, ഓരോ പേഷ്യൻറ്റ് ബാച്ചും വേരീഡ് ഇൻ ദ കണ്ടോ എമൗണ്ട് ഓഫ് CD8 സെൽസ്. CD8 സെൽസിൻ്റെ എമൗണ്ടിൽ ഓരോ ഈച്ച് പേഷ്യൻറ്റ് വേരീഡ് ആയിരുന്നു അറ്റ് C സെൽ ടൈപ്പ് ആൻഡ് ദ ഡോസ് ഓഫ് ദിസ് കൈൻഡ് CAR-T സെൽ സിഗ്നിഫിക്കൻ്റ്ലി കോറിലേറ്റഡ് വിത്ത് എഡിമ ഡെവലപ്മെൻറ്റ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അണ്ടർസ്കോർസ് ദ ഇമ്പാക്റ്റ് ഓഫ് എന്തിൻ്റെ ഇമ്പാക്റ്റാ? ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റി ഓൺ ഒബ്സർവ്ഡ് എഫക്റ്റ്. ഉണ്ടോ, ഒബ്സർവ്ഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എഡിമയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, കോറിലേറ്റഡ് വിത്ത് എഡിമ ഡെവലപ്മെൻറ്റ്. എഡിമ ഡെവലപ്മെൻ്റ് ആണ്. എഡിമ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഒബ്സർവ്ഡ് എഫക്റ്റ് അല്ലേ. കാരണം ഇനി സി എന്താ എടുക്കാത്തത്? ഇല്ലസ്ട്രേറ്റ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ്ട്രീംലി ലോ CD8. എവിടെ എക്സ്ട്രീംലി ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ ലോ എന്നല്ല അവിടുത്തെ മീനിങ്, വേരിയഡ് എന്നേ പറയുന്നുള്ളൂ, കുറവാണെന്ന് പറയുന്നില്ല. Low CD8 meaning and cell dose and edema development. ആയോ, മനസ്സിലായോ? അതൊന്നുകൂടി പറഞ്ഞുതരാം ഞാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റി ഒബ്സർവ്ഡ് ഓൺ ദ എഫക്റ്റ്. ഇവിടുത്തെ ഈ എക്സാമ്പിൾ പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ പാസേജ് റിഗാർഡിങ് എന്തിനെക്കുറിച്ച് എക്സാമ്പിൾ പറയുന്നത്? ദ വേരിയബിലിറ്റി ഓഫ് CD8 സെൽ ഡസ് ആൻഡ് ഇറ്റ്സ് കോറിലേഷൻ വിത്ത് എഡിമ ഡെവലപ്മെൻറ്റ് സെർവ്സ് ടു അണ്ടർസ്കോർസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റി അല്ലേ. ഇറ്റ് ഹൈലൈറ്റ്സ്, എന്താ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇത് പൊട്ടൻഷ്യൽ റോൾ ഓഫ് ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റി. ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റിയുടെ പൊട്ടൻഷ്യൽ റോളാണ് അല്ലേ. In influencing treatment outcomes, emphasizing the need to understand and address such variability in the treatment process. അപ്പോൾ അവിടെ ഇത് ഈ ഒരു വേർഡ് നോക്കിയാൽ മതി. എക്സ്ട്രീംലി ലോ CD8 നമുക്ക് പറയാൻ പറ്റത്തില്ല. എക്സ്ട്രീംലി ലോ CD8 ഉണ്ടോ അവിടെ? വേരീഡ് എന്നേ പറയുന്നുള്ളൂ. വേരി ചെയ്താൽ അതിൻ്റെ അർത്ഥം എക്സ്ട്രീംലി ലോ എന്നാണോ? അല്ല. അപ്പോൾ അവിടെ ബിയിലാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഡിയിൽ വന്നിരിക്കുന്നത് എംഫസിസ് ദ നീഡ് ഫോർ ഫർദർ റിസർച്ച് ഇൻ ടു പേഷ്യൻസ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതാണോ എക്സാമ്പിൾ? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ടെക്സ്റ്റിലെ എൻഡിലെ എക്സാമ്പിൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. പിടികിട്ടിയോ? ആ എക്സാമ്പിളിൽ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ലൈൻ കണ്ടോ ലാസ്റ്റ്? ഫോർ എക്സാമ്പിൾ ഈച്ച് പേഷ്യൻറ്റ് ബാച്ച് വേരിഡ് ഇൻ ദ എമൗണ്ട് ഓഫ് CD8 സെൽസ്. A T cell subtype and a dose of this kind of CAR-T cell significantly correlated with edema development. കണ്ടോ, അപ്പോൾ അവിടെ എഡിമ ഡെവലപ്മെൻറ്റിനെ വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ്ഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഡിയിൽ പറയുന്നത് എംഫസൈസ് ദ നീഡ് ഫോർ ഫർദർ റിസർച്ച് ഇൻ ടു പേഷ്യൻസ് ആണോ? ദ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഇത് എക്സാമ്പിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പാസേജ്. ആ എക്സാമ്പിൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അവിടെ ഇമ്മ്യൂൺ സെൽ വേരിയബിലിറ്റിയെക്കുറിച്ചാണ്. അവിടെ എക്സ്ട്രീംലി ലോ CD8 അല്ല അവിടുത്തെ മാറ്റർ. കണ്ടോ, ഇത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് നോക്കി. ക്ലിയർ ആയോ? അത് അവിടെ എംഫസൈസ് ദ നീഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണോ എക്സാമ്പിളിലൂടെ പറഞ്ഞേക്കുന്നത്? അല്ല. എംഫസൈസ് ദ നീഡ് ഫോർ ഫർദർ റിസർച്ച് ആണോ? അല്ല. അവിടെ ലാസ്റ്റ് ഒരു സെൻറ്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത് ബാച്ച് വേരീഡ് ഇൻ ദ എമൗണ്ട് ഓഫ് CD8. അവിടെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, യെസ് ഷൈനി.
ഓക്കെ, ക്ലിയർ ആയോ അത്? ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് നോക്കുക. അവിടെ എൻഡ് ഓഫ് ദ പാസേജിൽ എക്സാമ്പിൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്, കണ്ടോ? അവിടെ നീഡ് ഫോർ ട്രീറ്റ്മെൻ്റ് അല്ല, അണ്ടർസ്കോർ ദ ഇമ്പാക്റ്റ് ഓഫ് ഇമ്മ്യൂണോ സെൽ വേരിയബിലിറ്റി ഓൺ ഒബ്സർവ്ഡ് എഫക്റ്റ്. മാത്രമല്ല എംഫസൈസ് ദ നീഡ് ഫോർ ഫർദർ റിസർച്ച് ഇൻ ടു പേഷ്യൻസ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണോ? അതാണോ എൻഡ് ഓഫ് ദ അവിടെ ഒന്നുമില്ല, സെൽ വേരിയബിലിറ്റി. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത് റിപ്പീറ്റഡ്ലി കാണുക, കേൾക്കുക, വായിച്ചു നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസൊക്കെ നന്നായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ടിജൂസ് അക്കാഡമി. ഞങ്ങളുടെ ഹോൾ ടീമിൻ്റെ വക എല്ലാവരും നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.